നമ്മുടെ പാലക്കാട് സർക്കിളിൻ്റെ പ്രസിഡന്റും അധ്യക്ഷനായിട്ടുള്ള വിദേശ് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ പ്രിയമുള്ളവർ, നമ്മുടെ ഉദ്ഘാടക സാമൂഹ്യ പശ്ചാത്തലം, ഇതിൽ കലയും സാംസ്കാരികവും ഒക്കെ നമ്മുടെ സമൂഹവുമായി ഏതെല്ലാം രീതിയിൽ കലർന്നു നിൽക്കുന്നു എന്നതിനെക്കുറിച്ച് ചുരുക്കം ചില വാക്കുകൾ നമുക്ക് കൃത്യമായി മനസ്സിലാകുന്ന രീതിയിൽ പറയുന്നു. സമൂഹത്തിൽ കലയ്ക്ക് അത്രയേറെ സ്വാധീനമുള്ള ഒരു കാര്യമാണ്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സൊസൈറ്റിനെ കുറിച്ചാണ്. ഇന്ത്യൻ ഷോർട്ട് ഫിലിം സൊസൈറ്റി ഇതെങ്ങനെയാണ് ആയിത്തീരുന്നത്? കുറേ വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം 2006-2007 കാലഘട്ടത്തിൽ എറണാകുളം ജില്ലയിലെ അങ്കമാലി പ്രദേശത്ത് കുറച്ച് ഷോർട്ട് ഫിലിമൊക്കെയായി താല്പര്യമുള്ള ചെറിയ സബ്ജക്റ്റുകൾ എടുത്തുകൊണ്ട് ചെറിയ ചെറിയ പിക്ചറുകൾ ചെയ്തിരിക്കുന്ന കുറച്ച് യുവാക്കൾ ചേർന്ന് അന്ന് ഒരു സംഘടന രൂപം കൊടുത്തു. 2007 ആ സംഘടന 6-7 കാലഘട്ടത്തിൽ രൂപീകൃതമായെങ്കിലും നീണ്ട 10 വർഷക്കാലം കഴിഞ്ഞ ശേഷമാണ് 2017 അത് സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം നമ്മുടെ ഇന്ത്യയിൽ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുന്നത്. അന്നത്തെ നമ്മുടെ ആ കാലഘട്ടത്തിൽ ഷോർട്ട് ഫിലിം .in എന്ന് പറഞ്ഞ ഒരു സൈറ്റ്, ഒരു വെബ്സൈറ്റ് രൂപീകരിച്ചിട്ടുണ്ട്. ഇന്ന് ഇന്ത്യൻ ഷോർട്ട് ഫിലിം അസോസിയേഷൻ ആ സൈറ്റുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. 2017 അങ്ങനെ രൂപീകൃതമായി കടന്നിട്ട് സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരമുള്ള ചില നമ്മളുടെ ഈ ഇന്ത്യയിലെ ചില നിയമങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് അതിന് മുന്നോട്ട് പോകാൻ പറ്റാതെ 2020 അത് ട്രസ്റ്റായിട്ട് രൂപീകരിച്ച് ഇന്ത്യയിലെ തന്നെ വിവിധ സ്റ്റേറ്റുകളിലുള്ള 6 ആളുകൾ ചേർന്ന് അത് ഇന്ത്യ ട്രസ്റ്റ് ആക്ടിന്റെ കീഴിൽ അത് രജിസ്റ്റർ ചെയ്യുകയായി. ഇപ്പോൾ നമ്മൾ വിവിധ സ്റ്റേറ്റുകളിൽ അതിന് കോർഡിനേറ്റർമാരുണ്ട്. ഏകദേശം 16 സംസ്ഥാനത്ത് അതിന് കോർഡിനേറ്റർമാരുണ്ട്. കേരളത്തിൽ മലപ്പുറത്തും പാലക്കാടുമാണ്. മലപ്പുറത്തുമാണ് ആദ്യം ചാപ്റ്റർ ഉണ്ടാക്കിയത്, ജില്ലാ ഘടകം ഉണ്ടാക്കിയത്. ഇപ്പോൾ പാലക്കാട്, ഉടനെ തന്നെ തൃശ്ശൂരും കോഴിക്കോടും എറണാകുളവും വരുന്ന ഉടൻ തന്നെ 2-3 മാസത്തിനുള്ളിൽ തന്നെ ജില്ലാ ഘടകങ്ങൾ രൂപീകരിക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതിനൊരു 11 അംഗ കമ്മിറ്റിയാണ് നമ്മൾ ഫോം ചെയ്യുന്നത്. ഇപ്പോൾ ജില്ലാ ഘടക കമ്മിറ്റികൾ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ ഒരു പ്രസിഡന്റ്, സെക്രട്ടറി, 2 വൈസ് പ്രസിഡന്റുമാർ, 2 ജോയിന്റ് സെക്രട്ടറിമാർ, ട്രഷറർ, മറ്റ് 4 ഭാരവാഹികൾ ഉൾപ്പെടുന്ന 11 അംഗ കമ്മിറ്റി. ഇപ്പോൾ ഇവിടെയുള്ള ഇതിന്റെ കോർഡിനേറ്റർ ലെവലിലുള്ള ആളുകൾ ജില്ലാ ഘടകത്തിൽ നമ്മൾ 2-3 ആളുകളെ ഇതിലേക്ക് തിരഞ്ഞെടുത്ത് അവിടെ സംഘടന ഉണ്ടാക്കിയെടുത്ത് അതിൽ നിന്ന് തിരഞ്ഞെടുത്ത് സ്റ്റേറ്റിലാണെങ്കിൽ തന്നെ ഇപ്പോൾ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റായിട്ട് നമ്മുടെ ഒരു കരുണേട്ടൻ നമ്മുടെ ഒരാളുണ്ട്. നമ്മുടെ സ്റ്റേറ്റ് ജോയിന്റ് സെക്രട്ടറി ഷുബിയോട് വന്നിട്ടുണ്ട്. വേറെ ജോയിന്റ് സെക്രട്ടറി ഉണ്ട്. അങ്ങനെ കുറഞ്ഞ ആളുകളുണ്ട്. ഏകദേശം 18ഓളം പേര് ഒരു കമ്മിറ്റിയിൽ സ്റ്റേറ്റിൽ വരാനുണ്ട്. അപ്പോൾ വിവിധ ജില്ലകളിൽ ഈ കമ്മിറ്റിക്ക് രൂപം കൊടുത്തു. അതിൽ നിന്നാണ് ഈ സ്റ്റേറ്റിലേക്ക് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്നത്. ഇതിന് കൃത്യമായ ഒരു ബൈലോയുണ്ട്. ആ ബൈലോയുടെ അടിസ്ഥാനത്തിലാണ് പോകുന്നത്. ഇപ്പോൾ പാലക്കാട് ചാപ്റ്ററുമായിട്ടുള്ള ബൈലോ ഒരു എഗ്രിമെന്റിനായി എഗ്രിമെന്റിൽ പ്രദേശവും നമ്മുടെ സൊസൈറ്റിയുടെ ചെയർമാൻ അതിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇതിന്റെ ഘടന ഈ രീതിയിൽ പോയി. ഇതിനെ നമ്മുടെ ജില്ലാ ഘടകത്തിൽ നിന്നും ഇതിലേക്ക് ആളുകളെ സ്റ്റേറ്റിലേക്ക് തിരഞ്ഞെടുത്ത് സ്റ്റേറ്റിൽ 18 കമ്മിറ്റി ഉണ്ടാക്കി, ജില്ലാ ഘടകത്തിൽ 11 കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റിയുടെ കീഴിൽ ഈ പറയുന്ന ഒരു ജില്ലയിൽ ഇത് ഒന്ന് പ്രവർത്തനം തുടങ്ങണം എന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ വളരെ നല്ല രീതിയിൽ പോകുന്നു. ഇപ്പൊ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ അവിടെ ഒരു ഘടകം ഇപ്പോൾ രൂപീകരിച്ചിട്ടുണ്ട്. അതിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. അങ്ങനെ ഇന്ത്യ ലെവലിൽ തന്നെ ഷോർട്ട് ഫിലിമുകളുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഷോർട്ട് ഫിലിമുകളുണ്ട്. നമ്മൾ
നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡത, ഐക്യം, മതേതരത്വം ഇതെല്ലാം ഊട്ടിയുറപ്പിക്കുന്ന രീതിയിലുള്ള നല്ല നല്ല ഷോർട്ട് ഫിലിമുകൾ സമൂഹത്തിൻ്റെ മൂല്യബോധവും സഹകരണവും മതേതരത്വമൊക്കെ ഉയർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള നല്ല നല്ല ഷോർട്ട് ഫിലിമുകൾ നിർമ്മിച്ചെടുക്കുകയും അങ്ങനെ നിർമ്മിക്കുന്ന ഷോർട്ട് ഫിലിം ചെയ്യുന്ന ആളുകളെ അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അവരെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നല്ല സൃഷ്ടികൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്യണമെന്നാണ് ഇതിൻ്റെ ഉദ്ദേശലക്ഷ്യം. പിന്നെ ബൈബിളിൽ കൃത്യമായ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പറയുന്നുണ്ട്. ആ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അനുസരിച്ച് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. സമൂഹത്തിൽ സിനിമക്കാർക്ക് സംഘടനയുണ്ട്, നാടകക്കാർക്ക് സംഘടനയുണ്ട്, അതിന് വിവിധ മേഖലകളിൽ നിർമ്മാതാക്കളുടെ സംഘടന, വിവിധ മേഖലയിൽ സംഘടനകളുണ്ട്. ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത് ഇന്ന് ഇന്റർനെറ്റിന്റെ ആ ഒരു നമ്മളുടെ നവമാധ്യമങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. പക്ഷെ അതിന്റെ സാധ്യതകൾ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നവമാധ്യമങ്ങൾ ഏറ്റവും അധികം ഇന്ന് മനുഷ്യ മനസാക്ഷികളെ അല്ലെങ്കിൽ മനുഷ്യരെ അല്ലെങ്കിൽ ഒരു പൊതുബോധത്തെ വരെയും സ്വാധീനിക്കുന്ന രീതിയിൽ നവമാധ്യമങ്ങൾ മാറിയ ഈ കാലഘട്ടത്തിൽ ഷോർട്ട് ഫിലിമിന് അതിൻ്റെതായ മാതൃകാപരമായ പങ്ക് വഹിക്കാൻ കഴിയും. അതുകൊണ്ട് സമൂഹത്തിനും രാജ്യത്തിനും നമ്മുടെ ദേശത്തിനും സാമൂഹികപരമായ നന്മയും മൂല്യബോധവും വളർന്ന രീതിയിലുള്ള ഷോർട്ട് ഫിലിമുകൾ പിറവിയെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തേണ്ടത്. ആ രീതിയിൽ നല്ല കഴിവുള്ള ആളുകൾ ഈ മേഖലയിലേക്ക് കടന്നു വരണം. അവർക്ക് നല്ല പ്രോത്സാഹനം നടത്തണം. പാലക്കാട് ചാപ്റ്ററിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു ടാലന്റ് കണ്ട് സംഘടിപ്പിക്കുമ്പോൾ 4 ദിവസത്തെ പരിപാടിയാണ് ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സ്റ്റേറ്റ് കമ്മിറ്റി എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് ചെറിയ ആശങ്കയായിരിക്കും 4 ദിവസത്തെ പ്രോഗ്രാം എങ്ങനെ നിശ്ചയിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നൊരു ആശങ്കയില്ല. പക്ഷേ നമ്മുടെ ഇവിടുത്തെ കമ്മിറ്റി അംഗങ്ങൾക്ക്, പ്രത്യേകിച്ച് അതിൻ്റെ പ്രസിഡന്റായി വർക്ക് ചെയ്യുന്ന പ്രദേശ് ടീച്ചർ ഉഷ, ഇവരൊക്കെയുണ്ട്. ഇതിൻ്റെ ഒരു കമ്മിറ്റി കൂടിയുണ്ട്. അതിന് നേതൃത്വം നൽകുന്ന നല്ല ആത്മവിശ്വാസമാണ്, നല്ല രീതിയിൽ വിജയിച്ചു വരുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന കുറഞ്ഞ ആളുകളെയൊന്നും നമ്മൾ നോക്കേണ്ടതില്ല. അത് തുടക്കത്തിൽ ഏത് സംഘടനയും എവിടെയും വരുമ്പോൾ തുടക്കത്തിൽ ഇങ്ങനെയൊക്കെ ഇവിടുത്തെ വലിയ വലിയ സംഘടനകളും വലിയ വലിയ രാഷ്ട്രീയ പാർട്ടികളൊക്കെ കെട്ടിപ്പെടുന്നത് 2 or 3 പേര് ഒരുമിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഇതെല്ലാം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആശങ്കപ്പെടേണ്ടതില്ല. എന്തായാലും ഇതിന് എഫേർട്ട് എടുത്തിട്ടുള്ള ഈ കമ്മിറ്റിയെയും അത് നേതൃത്വം നൽകുന്ന പ്രദേശിനെയും സ്റ്റേറ്റ് കമ്മിറ്റിയും ഏറ്റവും സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും ഈ പരിപാടിക്ക് എല്ലാവരും സ്റ്റേറ്റ് കമ്മിറ്റിയുടെ പേരിൽ എല്ലാവരും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. എല്ലാവരും നമസ്കാരം.